الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا الإسلام دينا فلا نعبد ولا نستعين إلا إياه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وأهل بيته وصحبه وسلم تسليما كثيرا. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لو شاء الله ما تلوته عليكم ولا أدراكم به فقد لبثت فيكم عمرا من قبله أفلا تعقلون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളും വിശ്വാസിനികളുമായിട്ടിക്കരെ നണ്ടോ പിരിസത്തിരെ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ അനുസരിച്ച് കാത്ത് സൂക്ഷിച്ച് ജീവിക്കുവാനും തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനും എല്ലാവരും പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാവരെയും ആദ്യമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഈമാനും തഖ്വയും ഇസ്തിഖാമത്തുമുള്ള നല്ല ഒരു ജീവിതം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ അതനുസരിച്ചുള്ള ജീവിതം അതായിരിക്കണം നമ്മുടെ ജീവിതം. അതാണ് ഇന്ന് ഏതാനും കുറഞ്ഞ സമയത്തിനുള്ളിൽ
നിങ്ങളുടെ മുമ്പാകെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പാട്ടുകൾക്ക് വേണ്ടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചു തന്നത്. മനുഷ്യൻ്റെ മനസ്സിനെ സംസ്കരിക്കുക എന്നതായിട്ട് ഖുർആൻ അവതരണത്തിൻ്റെ ലക്ഷ്യം. 1400 വർഷങ്ങൾക്ക് മുമ്പ് 40-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നത്. നമുക്കൊക്കെ പിടിയുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം തുടങ്ങുന്നത് മക്ക രാജ്യത്ത് വെച്ചാണ്, ഖുറൈശികൾക്കിടയിലാണ്. അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പം മുതൽ തന്നെ അവർക്കറിയാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്നിട്ട് ഒളിച്ചോടി വന്നതല്ല, ഏതെങ്കിലും ഒരു റായത്തിൽ നിന്നിട്ട് പലായനം ചെയ്ത് വലസ ചെയ്ത് വന്നതല്ല. പിന്നെയോ അവരുടെ ഇടയിൽ തന്നെ ജനിച്ച് ജീവിച്ച് വളർന്ന് വലുതായി, അവരുടെ ഇടയിൽ വ്യാപാരം നടത്തി, അവരുടെ ഇടയിൽ വിവാഹം കഴിച്ച്, അങ്ങനെ അവർക്കെല്ലാം പരിചയമുള്ള, അവർ തന്നെ അൽ അമീൻ അസ്സാദിഖ് അൽ മസ്ദൂഖ്, സത്യസന്ധൻ, വിശ്വസ്തൻ എന്നൊക്കെ വിളിച്ചിരുന്ന, എല്ലാവർക്കും ഉപകാരിയും പരോപകാരിയുമായിരുന്ന, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമസ്ഥനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ വഹ്യ് ലഭിക്കുന്നു. പ്രവാചകൻ നബിയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിക്കുന്നത് കാണാം ഖുർആനിൽ സൂറത്ത് യൂനുസിൽ. പ്രവാചകന്റെ മുന്നിലേക്ക് അഭിസംബോധിതരായ ആളുമാരട്ടെ ഇങ്ങനെ ചൊല്ലണു അല്ലാഹു തആല കൽപ്പിക്കറ്. എന്തിനെ? ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലി അഫലാ തഅഖിലൂൻ. ഓ ജനങ്ങളെ, നിങ്ങൾക്കൊക്കെ നല്ല പിടിയുള്ളതാണല്ലോ. കുറേ കാലത്തോളം, ഏകദേശം 40 കൊല്ലക്കാലം ഇതിന് മുന്നോളം ഞാൻ നിങ്ങളുടെ ഒട്ടിക, നിങ്ങളുടെ ഇടയിൽ നിങ്ങളെപ്പോലെ ഒരുവനായിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ ഇടയിൽ കഴിഞ്ഞുകൂടിയിട്ടുണ്ടല്ലോ എന്ന് അവരോട് ചോദിക്കണോ, അവരോട് പറയണോ അല്ലാഹു തആല കൽപ്പിക്കാറ്. ആ 40 വർഷം കഴിഞ്ഞിട്ട് പിന്നീടുള്ള 23 വർഷത്തെ പ്രവാചകന്റെ ജീവിതം, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതെന്തായിരുന്നു? അത് ഖുർആനിന്റെ ജീവിതമായിരുന്നു, ഖുർആനിന്റെ സ്വഭാവമായിരുന്നു. വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ, വ്യത്യസ്തങ്ങളായിട്ട് സാഹചര്യങ്ങളിൽ, അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് വിശുദ്ധ ഖുർആൻ തന്റെ 23 വർഷക്കാലത്തെ, ആ വർഷക്കാലത്തിനിടയിൽ അതിന്റെ അവതരണം നടക്കുന്നത്. ആ ഖുർആൻ മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിച്ചു, മനുഷ്യന്റെ ഹൃദയത്തെ മാറ്റിമറിച്ചു, പരിവർത്തനമുണ്ടാക്കി. കാരണം അത് കേവലം ഒരു തിയറി ഇങ്ങനെ പറഞ്ഞു കൊടുക്കലല്ല, മുൻ വേദഗ്രന്ഥങ്ങളെ പോലെ ഒറ്റയടിക്ക് അവരുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചതല്ല. വ്യത്യസ്ത കാലയളവിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആ ഖുർആൻ അവതരിക്കുകയും, അങ്ങനെ ഓരോ ആയത്ത് ഇറങ്ങുമ്പോഴും അതിന് അനുസൃതമായി പരിവർത്തനമുണ്ടാകുന്ന, ഹൃദയങ്ങൾ സ്ഫുടം ചെയ്യപ്പെടുന്ന ഒരു ജനങ്ങളിലേക്കാണ് ഖുർആൻ അവതരിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഖുർആനായിരുന്നു. അതല്ലേ അവിടുത്തെ പ്രിയ പത്നിയായ ഉമ്മുൽ മുഅ്മിനീനായ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ചൊന്നത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, സ്വഭാവം അത് ഖുർആനായിരുന്നു. ആ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തോട് ചേർന്ന് നിന്നു. പരിശുദ്ധ ഖുർആൻ അല്ലേ? നിങ്ങൾ നോക്കി, പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ടല്ലോ, സൂറത്ത് യൂസുഫ് ഉണ്ട്. അധ്യായം 12-ാമത്തെ അധ്യായം. ആ സൂറത്ത് യൂസുഫ് എപ്പോഴാണ് ഇറങ്ങുന്നത്? പ്രവാചകന്റെ മക്ക ജീവിതത്തിലാണ്. ആ സൂറത്ത് യൂസുഫ് ഇറങ്ങുക ഒരു പശ്ചാത്തലമുണ്ട്, അതിന് പിന്നിൽ ഒരു ഹിന്നലയുണ്ട്. അതെന്തായിരുന്നു?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ സങ്കടകരമായ ഒരു വർഷം, അത് ആമുൽ ഹുസ്ൻ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആ ദുഃഖവർഷത്തിലെ, ആ സങ്കടത്തിലെ വർഷത്തിലെ ആ കാലഘട്ടത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫ് അവതരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ വർഷം പ്രവാചകന്റെ ജീവിതത്തിലെ ദുഃഖവർഷമായി, സങ്കടകരമായ വർഷമായി മാറി? പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, അവിടുത്തെ സഹധർമ്മിണിയായിട്ടിക്കരെ, അവിടുത്തെ പത്നിയായിട്ടിക്കരെ ഖദീജ റളിയല്ലാഹു തആല അൻഹായുടെ വഫാത്തായിരുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 10-15 വർഷം പ്രായമുള്ള ആളാണ്. ആ അവസ്ഥയിലാണല്ലോ ഖദീജയെ റസൂൽ വിവാഹം കഴിക്കുന്നത്. ആരാണ് ഖദീജ റളിയല്ലാഹു അൻഹ? ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ഒരു മങ്ങില, വേറെ ഒരു വിവാഹത്തെ പറ്റി ആലോചിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്തിട്ടില്ല. അത്തരത്തിൽ ആഴത്തിലുള്ള ദാമ്പത്യ ജീവിതമായിരുന്നു, ബന്ധമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങിയപ്പോ, ജിബ്രീലിനെ കണ്ടപ്പോ, ജിബ്രീൽ ഇങ്ങനെ മുറുക്കി പിടിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത പേടിയുണ്ടാവുകയും, അങ്ങനെ പേടിച്ച് ഗിടുകിടാ വിറച്ച റസൂലിനെ ആശ്വസിപ്പിക്കുന്നത് ആരാണ്? ഈ ഖദീജ റളിയല്ലാഹു അൻഹയാണ്, അല്ലേ? നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. വീട്ടിലേക്ക് കൊണ്ടുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുതപ്പൊക്കെ മൂടി പുതപ്പിച്ചിട്ട്, പിന്നെയും പേടി തീരാത്ത സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോവുകയാണ്. എവിടേക്ക്? തന്റെ കസിനായിട്ടിക്കര വറഖത്ത് ഇബ്നു നൗഫൽ ഉണ്ട് ചൊല്ലുരെ, മഹാപണ്ഡിതനായിരുന്ന, പൂർവ്വവേദങ്ങളെ പറ്റി, തൗറാത്തിനെ സംബന്ധിച്ച്, ഇഞ്ചീലിനെ സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ചിരുന്ന വറഖത്ത് ഇബ്നു നൗഫലിന്റെ മുട്ട കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയി വറഖത്ത് ഇബ്നു നൗഫൽ സംഗതിയെല്ലാം പിടിയായിട്ട്, അങ്ങനെ ഒരുപാട് നല്ല നല്ല വാക്കുകൾ വറഖത്ത് ഇബ്നു നൗഫലിൽ നിന്ന് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭയം നീങ്ങി. അങ്ങനെ റസൂലുള്ളാഹിന്റെ എല്ലാ പേടിയും ഭയവും നീങ്ങിക്കൊടുക്കരുതായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ച വർഷമായിരുന്നു ആമുൽ ഹുസ്ൻ എന്ന് ചൊല്ലുന്നത്. മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും റസൂലുള്ളാഹിക്ക് ആ ഖദീജ ബീബിയെ മറക്കാനാകുന്നില്ല. ഖദീജ ബീബിയെ മറക്കാനാകുന്നില്ല. സഹീഹുൽ ബുഖാരിയിലൊക്കെ കാണാം ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലുന്നത്, വകാന യുക്സിറു ദിക്റഹാ, ആ ഖദീജ ബീബിയെ വല്ലാതെ ചെമ്മെ അല്ലാഹുവിന്റെ റസൂൽ ഓർക്കുമായിരുന്നു. ആ സ്മരണ, ആ റിമെമ്പറൻസ് ഒരിക്കലും മനസ്സിൽ നിന്ന് മറഞ്ഞു പോകുമായിരുന്നില്ല. അത്രത്തോളം സ്വാധീനം ചെലുത്തിയ ഒരു ബന്ധമായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹയോടുണ്ട്. അതിന് പല 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 വിധത്തിലുള്ള മാനങ്ങളുണ്ടായിരുന്നു ആ സ്നേഹത്തിന്. ചിലപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ചങ്ങായിമാരായിട്ടുള്ള പ്രായം ചെന്ന ഖദീജ ബീവിയുടെ ഒട്ടികയുണ്ടായിരുന്ന ആളുകൾക്ക് ആടൊക്കെ അറുത്തിട്ട് റസൂലുള്ള ഹദിയ നൽകുമായിരുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അങ്ങനെയുള്ള ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതായിട്ട് വർഷമാണ് ആമുൽ ഹുസ്ൻ. രണ്ടാമത്തത് അബൂ താലിബിന്റെ മരണമാണ്. ആരാ പ്രിയമുള്ളവരെ? അബൂ താലിബ് റസൂലുള്ളാഹിന്റെ മൂത്താപ്പയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലുള്ളാഹി ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ വാപ്പയായിട്ട് അബ്ദുള്ള മരിച്ചു പോയിരുന്നു, അല്ലേ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ ഉമ്മയായ ആമിനയാണ് വളർത്തുന്നത്. അങ്ങനെ 6 വർഷമാകുമ്പോൾ ആമിനയും മരണപ്പെട്ടു പോയി. എല്ലാ അർത്ഥത്തിലും യതീമായി. പരിശുദ്ധ ഖുർആൻ, അല്ലേ? പ്രവാചകനെ സമാശ്വസിപ്പിക്കാൻ ഇറങ്ങിയതായിരിക്കുന്ന ഒരു അധ്യായത്തിന്റെ ഒരു ഭാഗമാണല്ലോ അത്. അങ്ങനെ 6 വർഷമാകുമ്പോൾ ഉമ്മ മരിക്കാറ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്ന ആരാണ്? അവിടുത്തെ ബോബയായ അബ്ബയായ അബ്ദുൽ മുത്തലിബാണ്. ആ അബ്ദുൽ മുത്തലിബും ഒരു 2 വർഷം കഴിയുമ്പോൾ, അതേ റസൂലുള്ളാഹിക്ക് 8 വർഷമാകുമ്പോൾ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു പോവുകയാണ്. അബ്ദുൽ മുത്തലിബ്
താലിബ് മരിക്കുമ്പോ തന്റെ ആ മരണശയ്യയിൽ ഒരു വസിയത്ത് പോലെ അബൂ താലിബിനെ, അതെ അബ്ദുൽ മുത്തലിബിന്റെ മോനായിട്ട് അബൂ താലിബ് റസൂലുള്ളാഹിന്റെ മുത്താപ്പ അബൂ താലിബിനെ വിളിച്ചിട്ട് അബ്ദുൽ മുത്തലിബ് ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബിനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അബൂ താലിബിനോട് അബ്ദുൽ മുത്തലിബ് ചൊല്ലുന്ന വാക്കുണ്ട്, മോനെ അബൂ താലിബേ, ഈ കുഞ്ഞിനെ നല്ലപോലെ നീ സംരക്ഷിക്കണം കേട്ടോ, അത് ഉമ്മയില്ല അബ്ബയില്ല എന്നൊക്കെ അബ്ദുൽ മുത്തലിബ് തൻ്റെ മോനായിട്ട് അബൂ താലിബിനോട് ചൊല്ലൂർ ഒരു വസിയത്ത് പോലെ. അങ്ങനെ പിന്നീട് അബൂ താലിബിന്റെ സംരക്ഷണമാണ്. നോക്കൂ, 8ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ട് 50ാമത്തെ വർഷം വരെ 42 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുക ആര്? തന്റെ മൂത്താപ്പയായ അബൂ താലിബ്. ആ അബൂ താലിബിന്റെ മരണമായിട്ട് ആ സന്ദർഭത്തിലാണ് സൂറത്തുൽ യൂസുഫ് അവതരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ 2 മരണം, ഖദീജ ബീവിയുടെ മരണം, മൂത്താപ്പ അബൂ താലിബിന്റെ മരണം സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. പക്ഷിയുടെ 2 രക്ക പോലെ, 2 ചിറക് പോലെ, ആ പക്ഷിക്ക് 2 ചിറകും 2 രക്കയും ഇല്ലാണ്ടായി പോയാൽ ആ പക്ഷിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ രക്കയറ്റുപോയ ചിറകറ്റുപോയ പക്ഷിയെ പോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാത്ത സങ്കടത്തിലായിരുന്നു. കാരണം അബൂ താലിബ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീവ്രമായി സ്നേഹിച്ച ഒരു വ്യക്തിത്വമാണ്. ആഴത്തിലുള്ള സ്നേഹമായിരുന്നു അബൂ താലിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്നത്. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലിന് നബുവത്തും റിസാലത്തും ഒക്കെ അല്ലാഹു നൽകി തൗഹീദിന്റെ പ്രബോധനം നടത്തുന്ന സന്ദർഭത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പ്രബോധനം നടത്തുന്ന സന്ദർഭത്തിൽ പ്രവാചകന് താങ്ങും തണലുമായി വർത്തിച്ചത് ഈ അബൂ താലിബായിരുന്നു. അദ്ദേഹം മുസ്ലിമായിരുന്നില്ല, മുശ്രിക്കായിരുന്നു. മുശ്രിക്ക് എന്ന് മാത്രമല്ല, ഖുറൈശികളുടെ തലവനായിരുന്നു, സർദാറായിരുന്നു, നേതാവായിരുന്നു. നോക്കണം, മക്ക ഖുറൈശികളുടെ സർദാർമാരുടെ നേതാക്കന്മാരുടെ എതിർപ്പും വിരോധവും എല്ലാം തന്നെ അവഗണിച്ചും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീവ്രമായി സ്നേഹിച്ചു. റസൂലുള്ളാഹിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ഈ അബൂ താലിബിന് മക്ക ഖുറൈശികളുടെ നേതാക്കന്മാരുടെ സർദാർമാരുടെ എതിർപ്പും വിരോധവും ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്ന് മാത്രമല്ല, മക്ക കുഫാറുകളുടെയും ഖുറൈശികളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇടയിൽ ഒരു അഡ്ഡഗോഡ പോലെ വർത്തിച്ചു. ആര്? അബൂ താലിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ലാത്ത ഭീഷണിയുണ്ടായി. ആരിൽ നിന്ന്? മക്ക കുഫാറുകളിൽ നിന്ന്, ഖുറൈശികളിൽ നിന്നാണ്. ബദരിക്കയുണ്ടായി. ആ ബദരിക്കയുണ്ടായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്ത, ധൈര്യവും സ്ഥൈര്യവും പകർന്നു കൊടുത്ത ആളായിരുന്നു അബൂ താലിബ്. അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട്, കവിതാരൂപത്തിൽ നമുക്കത് കാണാം. വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം, വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ വസ്സദ ഫിത്തുറാബി ദഫീനാ. നോക്കണം, എന്തൊരു വാക്കാണ്. വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം. ഓ മുഹമ്മദേ, ഇവരെല്ലാം ഒന്നായാലും ഒട്ടികയായാലും, ഈ മക്കയിലെ കുഫാറുകൾ, ഈ ഖുറൈശികളെല്ലാം ഒന്നായാലും ലൻ യസിലു ഇലൈക, നിന്നെ സ്പർശിക്കണകോ, നിന്നെ തൊടണകോ, നിന്നെ മുട്ടണകോ അവർക്ക് സാധ്യമാവുകയില്ല. ഞാനുള്ള നീ പേടിക്കണ്ട എന്ന് ധൈര്യം പകർന്നു കൊടുത്ത ആളായിരുന്നു. ഹത്താ വസ്സദ ഫിത്തുറാബി ദഫീനാ, ഞാൻ മരിച്ച് 6 അടി മണ്ണിൽ എന്നെ ദഫൻ ചെയ്യുന്നത് വരെ നിന്നെ ഓർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല മുഹമ്മദേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധൈര്യം പകർന്നു കൊടുക്കുന്നു അബൂ താലിബ്. ഫസ്ദഅ ബിഅംരിക മാ അലൈക ഗളാലത്തുൻ വഅബ്ശിർ വഖർരി ബിദാക മിൻക ഉയൂനാ. അതുകൊണ്ട് മുഹമ്മദേ, നിനക്ക് എന്തിനു ചൊല്ലുള്ളത് അത് നീ തുറന്നു ചൊല്ലൂർ, പേടിക്കണ്ട.
നിക്ക് അല്ലാഹുവിനെ പറ്റി ചൊല്ലണുകൊണ്ടോ തുറന്നു ചൊല്ലറ് പേടിക്കേണ്ട ഞാനുള്ളേ, നിക്ക് തൗഹീദ് ചൊല്ലണുകൊണ്ടോ തുറന്നു ചൊല്ലറ് ഞാനുള്ളേ. എനിക്കൊരു ബുദ്ധിമുട്ടും ഒരു അപായവും നിക്കുണ്ടാവണക്ക് പോകുന്നില്ല, പേടിക്കണ്ട. അതുകൊണ്ട് മുഹമ്മദ് നീ ടെൻഷൻ അടിക്കണ്ട, ബേജാറാകണ്ട, നല്ല സന്തോഷത്തിൽ സന്തസത്തിൽ നീ കളിഞ്ഞു കൊടുക. നിന്റെ കണ്ണുകൾ കുളിർമയുണ്ടാകട്ടെ, തെമ്പുണ്ടാകട്ടെ. എന്തൊരു വാക്കാണ്! ആരാണ് പ്രിയമുള്ളവരെ? മുശ്രിക്കായ നിലക്ക് ഖുറൈശികളുടെ ഇടയിൽ ഖുറൈശികളുടെ സർദാർമാരിൽ ഒരാളായി തന്നെ ഈ നിലക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ, ഇത്തരത്തിലുള്ള ധൈര്യം പറഞ്ഞു കൊടുത്ത അബൂ താലിബ്. എത്രമാത്രം ആഴത്തിലുള്ള മുഹബ്ബത്തായിരുന്നു റസൂലിനോട്, എത്രത്തോളം തീവ്രമായ സ്നേഹമായിരുന്നു. പക്ഷേ ആ സ്നേഹമൊന്നും ഒരു ഗുണവും അദ്ദേഹത്തിന് ചെയ്തില്ല. നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനം അദ്ദേഹം മുശ്രിക്കായി ശിർക്കിലാണ് മരണപ്പെടുന്നത്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന ഉണ്ടാക്കിയ കാര്യമാണ്. മരണാസന്നമായ അബൂ താലിബിന്റെ അടുക്കൽ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊന്നു കൊടുക്കുന്നതിന് വാക്ക് പറഞ്ഞാൽ മതി, നാളെ പരലോകത്ത് ഞാൻ ആ വാക്ക് പിടിച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ വാദിക്കും എൻ്റെ മൂത്താപ്പ എന്ന് വരെ പറഞ്ഞു നോക്കി. ഇല്ല, അതൊന്നും മാത്രം നന്നിട്ട് ചൊല്ലണ്ട, അത് സാധ്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദി ആദർശം ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് ഇബ്രാഹിം ഉൾക്കൊള്ളുന്നത് അയാൾ തയ്യാറായില്ല. ദുരഭിമാനം അദ്ദേഹത്തെ പിടികൂടി. ഹിദായത്ത് അല്ലാഹുവിന്റെ കയ്യിലാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിന് പകരം അദ്ദേഹം തിരഞ്ഞെടുത്തത് തന്റെ മുത്താത്തന്മാരുടെ മില്ലത്ത്, ശിർക്കിന്റെ മില്ലത്തായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം ഇനി അടുത്ത കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രേമികൾ എന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിക്കുന്ന മൗലൂദുകളും ഈദ് മിലാദുകളും ഒക്കെ നടത്തുന്ന ഒരു കാഴ്ചകൾ ഇനി നാം കാണാൻ പോവുകയാണ്. ഇത് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്, എൻ്റെ വിഷയം ഇതല്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം കാണുന്ന പ്രവാചകന്റെ പ്രേമികൾ, അവരുടെ പ്രേമം ഈദ് മിലാദ് ആഘോഷിക്കുന്ന ലോകത്ത് എവിടെയെല്ലാം, ഇന്ത്യ രാജ്യത്തല്ല, ലോകത്ത് എവിടെയെല്ലാം ഈദ് മിലാദ് ആഘോഷിക്കുന്നുവോ, എവിടെയെല്ലാം മൗലിദുകൾ ആചരിക്കുന്നുവോ, അവർക്ക് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള പ്രേമത്തെ, മഹബ്ബത്തിനെ ഒരു തുലാസിന്റെ തട്ടയിലിട്ട് നാം തൂക്കിയാൽ, ഒരു തുലാസിന്റെ തട്ടയിൽ ലോകത്തുള്ള പ്രവാചക പ്രേമികളെന്ന് അഭിമാനിക്കുന്ന ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ കൊണ്ടു നടക്കുന്നവരുടെ മഹബ്ബത്തിനെ ഒരു തുലാസിന്റെ തട്ടിയിൽ തൂക്കുക. ഇപ്പുറത്തെ തട്ടിൽ അബൂ താലിബിന്റെ മഹബ്ബത്തും ഒന്ന് തൂക്കി നോക്കുക. അബൂ താലിബിന്റെ മഹബ്ബത്തിനായിരിക്കും മുൻതൂക്കമുണ്ടാവുക. അതിന്റെ ഒരു 10% പോലും ഈ ആളുകൾക്കുണ്ടാവില്ല. കാരണം എന്ത്? ഇവരുടെ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങി വൈകുന്നേരമാകുമ്പോൾ തീർന്നു പോയി. അബൂ താലിബിന്റെ മഹബ്ബത്ത് അതായിരുന്നില്ല. 42 വർഷക്കാലം നീണ്ടുനിന്ന മഹബ്ബത്തായിരുന്നു. പക്ഷെ മതിയാവുന്നില്ല. തൗഹീദിന്റെ 2ാമത്തെ ഭാഗമാണല്ലോ, ഷഹാദത്ത് കലിമയുടെ തൗഹീദിന്റെ 2ാമത്തെ ഭാഗമാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ മഹബ്ബത്ത് മാത്രം ഉണ്ടായാൽ മതിയാവുകയില്ല. പ്രിയമുള്ളവരെ, 4 നിബന്ധനകൾ, 4 ഷർത്തുകൾ അവിടെ ഉണ്ടാകണം, 4 കാര്യങ്ങൾ ഉണ്ടാകണം. മുഹബ്ബത്ത് മാത്രം മതിയാവൂല. ഒന്ന് ഈമാനാണ്. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ അവിടെ ഈമാൻ ഉണ്ടാകണം. 2ാമത്തത് ഇത്താഅത്താണ്. ഇത്താഅത്തുണ്ടാകണം, അനുസരണം ഉണ്ടാകണം. ഈമാൻ എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മാർത്ഥമായ ആ വിശ്വാസമാണ്. പ്രവാചകൻ കൊണ്ടുവന്ന, പ്രവാചകൻ നമ്മളോട് വിവരം പറഞ്ഞ എല്ലാത്തിലുമുള്ള വിശ്വാസമാണ്, അനുസരണമാണ്. 2ാമത് ഇത്താഅത്ത്. 3ാമത്തത് മുത്താബഅത്തുണ്ടാവണം. ഓരോ കർമ്മങ്ങളും ആ പ്രവാചകനെ അനുകരിച്ചു കൊണ്ടാകണം. അപ്പോ വിശ്വാസമുണ്ടാകണം, അനുസരണമുണ്ടാകണം, അനുകരണമുണ്ടാകണം, അനുകരിക്കണം. 4ാമത്തത് ഹുബ്ബുർ റസൂൽ. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്താണ്, സ്നേഹം. അത് നിർബന്ധമാണ്. സ്വന്തം ശരീരത്തെക്കാൾ, ഉമ്മയേക്കാൾ, അബ്ബയേക്കാൾ ഒക്കെ നമുക്ക് പ്രിയങ്കരമാകേണ്ടത് ആരാണ്? നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകണം.
പക്ഷെ അത് മാത്രം മതിയോ? മതിയാവൂല. ഹുബ്ബുർ റസൂൽ മാത്രം മതിയാവൂല. ഈ 4 കാര്യങ്ങളും കൂടുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രവാചകന്റെ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈദ് മിലാദും മൗലിദുകളും എല്ലാം തന്നെ അത് കേവലം ഒരു സ്നേഹത്തിൽ മാത്രം ഒതുങ്ങുകയാണെങ്കിൽ അതിൽ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അതിലൂടെ ഇവിടെ ഉണ്ടാകുന്നത് ഒരു തലതിരിഞ്ഞു പോയ ഒരു സമൂഹത്തെ, ഒരു കൗമിനെ ഉണ്ടാക്കിയെടുക്കലാണ്. അല്ലേ? ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു തലതിരിഞ്ഞു പോയ ഒരു കൗമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലേ? നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ ചില കൗമിൻ്റെ ഇടയിലുള്ള വിവാഹങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? അല്ലേ? കേരളത്തിലേക്കൊന്ന് നോക്കിയാൽ കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ കല്യാണ ദിവസം എന്തെല്ലാം പേക്കൂത്തുകളാണ് നടക്കുന്നത്, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നടക്കുന്നത്. പുതിയാപ്പുള പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നത് മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ കിടന്നിട്ടാണ്. അല്ലേ? മയ്യത്ത് കട്ടിൽ കിടത്തിയിട്ടാണ് പുതിയാപ്പുളനെ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. JCBയിലാണ് പുതിയാപ്പിളിനെ കൊണ്ടുപോകുന്നത്, ബുൾഡോസറിലാണ് പുതിയാപ്പിളിനെ കൊണ്ടുപോകുന്നത്. കൊറകന്റെ വേഷം ധരിപ്പിച്ചിട്ടാണ് പുതിയാപ്പിളിനെ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വാരം മുന്നേ കണ്ടതെന്താണ്? നമ്മുടെ കൗമിന്റെ ഇടയിലുള്ള ഒരു വിവാഹം. നിങ്ങൾ നോക്കണം, വിവാഹം എന്ന് പറയുന്നത് ഇബാദത്തായ കാര്യമല്ലേ? അത് എവിടെ എത്തിയെന്ന് നിങ്ങൾ നോക്കണം. ആ ഇബാദത്തിനെ എത്രമാത്രം ദുഷിപ്പിച്ചു ഈ കൗമ്. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ശൈത്താനിന്റെ കോലത്തിലാണ്, പിശാചിന്റെ രൂപത്തിലാണ്, മനുഷ്യനാണ്, എന്താണ് മനുഷ്യന്റെ രൂപമേ അല്ല, ഈ നിലക്ക് കൊണ്ടുപോകാൻ ഇതൊക്കെ പ്രേരകമായത്, ഇവർക്ക് പ്രചോദനമായത് എന്താണ് പ്രിയമുള്ളവരെ? ഇത്തരത്തിലുള്ള മീലാദ് ആഘോഷങ്ങൾ നടക്കുന്ന പേക്കൂത്തുകളല്ലേ? ചിന്തിച്ചു നോക്കി, ഇവർക്ക് എതിർക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഈദ് മിലാദും ഉറൂസും ഉത്സവങ്ങളിലൂടെ ഉണ്ടാകുന്നത് എന്താണ്? തലതിരിഞ്ഞു പോയ ഒരു സമുദായത്തെ ഇവിടെ ഉണ്ടാക്കലാണ്. എന്റെ വിഷയം അതല്ല, ഞാൻ സാന്ദർഭികമായി ഞാൻ ഉണർത്തിയെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ആ ദുഃഖവർഷം അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ആ സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുന്നു. എങ്ങനെ? ഓ പ്രവാചകരെ, നിങ്ങളെ ഈ നാട്ടിൽ നിന്നിട്ട് പുറത്താക്കാൻ, നിങ്ങളെ പീഡിപ്പിക്കാൻ, നിങ്ങളെ വധിച്ചു കളയാൻ ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പുറത്തിൽ നിന്നുള്ള ആളുകളല്ല, ഇവിടുത്തെ നാട്ടുകാരാണ്, നിങ്ങളുടെ നാട്ടുകാരാണ്, നിങ്ങളുടെ ഗോത്രക്കാരാണ്, നിങ്ങളുടെ കുടുംബക്കാരാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെപ്പോലെ മുമ്പൊരു പ്രവാചകൻ കളിഞ്ഞു കടന്നു പോയിട്ടുണ്ട്. അത് യാക്കൂബിന്റെ മകനായ യൂസുഫാണ്. നിങ്ങളെപ്പോലത്തെ അനുഭവം, നിങ്ങളെപ്പോലത്തെ പരീക്ഷണം ആ യൂസുഫിനും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താണ്? സ്വന്തം സഹോദരങ്ങളാണ് അയാളെ കൊല്ലാൻ നോക്കിയതല്ലേ? അയാളെ കൊല്ലാൻ നോക്കിയത് സ്വന്തം സഹോദരങ്ങളാണ്. അദ്ദേഹത്തെ പൊട്ടുകിണറിലേക്ക് ഇട്ടു. അങ്ങനെ അവിടുന്ന് യാത്രക്കാർ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അങ്ങനെ പിന്നീട് ഈജിപ്തിൽ കൊണ്ടുപോയി അടിമച്ചന്തയിൽ അദ്ദേഹത്തെ വിൽക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ചെയ്യാത്ത ഒരു കുറ്റത്തിന് വേണ്ടി ജയിലിൽ കുറെ കാലം കഴിഞ്ഞുകൂടി. അദ്ദേഹം കാരാഗ്രഹത്തിൽ ചെയ്യാത്ത ഒരു കുറ്റം, ഒരു വ്യഭിചാര ആരോപണം, ഒരു സിന അദ്ദേഹത്തിന് മേൽ ആരോപിച്ചു. പ്രിയമുള്ളവരെ, അല്ലേ? ആ യുവത്വകാലം അദ്ദേഹത്തിന് കാരാഗ്രഹത്തിൽ കഴിഞ്ഞുകൂടി. അവസാനം കാരാഗ്രഹത്തിന് മോചിതനായി പിന്നീട് അദ്ദേഹം എത്തുന്നത് ഈജിപ്തിന്റെ ആഡളിത്തം, അധികാരം കൈയാളുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു അദ്ദേഹത്തെ എത്തിക്കുന്നു. ഈ കൊല്ലാൻ ശ്രമിച്ച സഹോദരങ്ങൾ അദ്ദേഹത്തിന്റെ കാലിനടിയിലേക്ക് എത്തി. അദ്ദേഹം അവസാനം എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നു. ഇതേപോലത്തെ ഒരു സംഭവമാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. റസൂലുള്ളാഹിനെ മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു, യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു, റസൂലുള്ളാഹിനെ കൊല്ലാൻ ശ്രമിച്ചു. അവസാനം അറേബ്യൻ പെനിൻസുലയുടെ അധികാരം അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല നൽകിയപ്പോ മക്കയുടെയും മദീനയുടെയും അറേബ്യയുടെയും മുഴുവനും അധികാരം റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് കിട്ടിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുണ്ടായിരുന്ന പ്രവാചകനെ ചീത്ത വിളിച്ചിരുന്ന, പ്രവാചകനെ മർദ്ദിച്ചിരുന്ന, പ്രവാചകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ മാപ്പ് കൊടുക്കുമ്പോൾ പറഞ്ഞ വാക്കെന്താണ്? ഈ വാക്കാണ്. ഏത് വാക്ക്? യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ സഹോദരങ്ങളോട് പറഞ്ഞ വാക്കാണ്. നോ റിവെഞ്ച്, ഇന്ന് ഞാൻ പ്രതികാരം എടുക്കുന്നില്ല, പോകോറു. ഇതേ വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അതാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം ഖുർആനായിരുന്നു. ആ ഖുർആനിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടാളന്മാരായിരുന്ന, രാക്ഷസന്മാരായിരുന്ന, ഒട്ടകത്തിന്റെ മൂക്ക്
ജനതയെ ലോകത്തിന്റെ നായകന്മാരാക്കി, ലോകത്തിന്റെ സർദാർമാരാക്കി മാറ്റിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെയാണ്. പരിശുദ്ധ ഖുർആനിലൂടെയാണ് അവർ സ്ഫുടം ചെയ്തെടുത്തത്. ആ ഖുർആനാകണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം, നമ്മുടെ സ്വഭാവം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ ആ ശക്തി, അതിലൂടെ ഉള്ളതായിരിക്കുന്ന പ്രഭാവം, പരിണാമം, അത് എന്തായിരുന്നു നാം മനസ്സിലാക്കി. ആ ഖുർആൻ നാം മുറുകെ പിടിക്കുമ്പോൾ മാത്രമാണ് നമുക്കും രക്ഷയുള്ളത്. കാരണം എന്താണ്? ഖുർആൻ അത് അല്ലാഹുവിൻ്റെ കയറാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹു തആല ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇട്ടതായിട്ടിക്കര കയറായിട്ടിക്കറ. ആ കയറിൻ്റെ ഒരു ഭാഗം നമ്മുടെ കയ്യിലാണ്. ആ കയറിൻ്റെ ഒരറ്റം നമ്മുടെ കയ്യിലാണ്, മറ്റേ അറ്റം അള്ളാൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ആ ഖുർആൻ മുറുകെ പിടിക്കണം, പരാജയപ്പെട്ടു പോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം ആ ഖുർആനെ മാതൃകയാക്കി, ആ ഖുർആൻ്റെ ജീവിതം, ആ ഖുർആൻ്റെ സ്വഭാവം ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ റബ്ബ് നമുക്കെല്ലാം നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പള്ളിക്കുള്ള കലക്ഷനാണ്. എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. അത് പ്രത്യേകം നിങ്ങളെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ ഉദാരമതികളാണ്, ധാരാളം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ സംഭാവന ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സംഭാവന നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തര. പിന്നീട് പ്രിയമുള്ളവരെ, നമ്മുടെ SKSM ഒരു ദായി, അദ്ദേഹം മംഗലാപുരത്തെ ഇന്ദിര ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുകയാണ്. ഷുഗറൊക്കെ ഹൈയായി, അദ്ദേഹത്തിൻ്റെ കാലുകളെല്ലാം വല്ലാതെ ഡാമേജ് ഉണ്ടായി, വളരെ പ്രയാസത്തിലാണ് അദ്ദേഹം. എല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കണം, എത്രയും വേഗത്തിൽ അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾ പൂർണ്ണമായ നിലക്ക് ശിഫ നൽകി, അദ്ദേഹത്തിന് ആജിലായ പെട്ടെന്നുള്ള സുഖം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ വേറെ ഒരാൾ അദ്ദേഹത്തിൻ്റെ പ്രായം ചെന്ന വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയും, വേറെ ഒരാൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, ഇങ്ങനെ പല നിലക്കുമൊക്കെ വസിയത്ത് ചെയ്തവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങൾ, ചെറുതും വലുതുമായ രോഗങ്ങൾ പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, അവരുടെ ഖബറിനെ അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് കുടുംബസമേതം അവൻ്റെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ കളിച്ചു കൂട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ സ്ത്രീകൾക്കായി ക്ലാസ് ഒരു 4 ദിവസം, തിങ്കളാഴ്ച മുതൽ, നാളെ ഉണ്ടാവില്ല, തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ വൈകുന്നേരം സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് സഹോദരിമാർ ആ ക്ലാസ്സിൽ കഴിയുന്നത്ര പാർട്ടിസിപ്പേറ്റ് ആകുന്നതിന് വേണ്ടി ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക, തൗഹീദ് പഠിക്കുക, ഖുർആൻ പഠിക്കുക, അങ്ങനെ ജീവിതത്തിൽ അതിനെ പകർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ യുവാക്കളെ, നമ്മുടെ മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.